ഹായ് എവറി വൺ. സോ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് റീഡിങ്സ്. എൻ്റെ പേര് ചോദിച്ചു ഒരു കമൻറ്റിൽ. എൻ്റെ പേര് ശ്രീലക്ഷ്മി എന്നാണ്. ഓക്കെ, ഞാൻ MBBS സ്റ്റുഡൻ്റാണ്. ഇനി 1 ഇയർ കൂടി കഴിഞ്ഞാൽ ഡോക്ടർ ശരിക്കും ഓൾറെഡി കഴിയേണ്ടതാണ്. പക്ഷേ നമ്മുടെ സ്പിരിച്വൽ ജേർണിയിൽ പോകുന്നത് കൊണ്ട് സോൾ പർപ്പസിന് വേണ്ടി യൂണിവേഴ്സിൻ്റെ കരിയറെ ഒന്ന് നിർത്തി നിങ്ങൾ കുറേ പേരെ ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടിട്ടൊക്കെയാണ് 2 ഇയേഴ്സായിട്ട്. സോ അത് സോൾഫുള്ളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു കണ്ടിന്യൂ ആയിട്ട്. ഇപ്പോൾ സൈക്കിക് ടാരോ റീഡർ ആൻഡ് ഹീലർ കൂടെയാണ്. ഒരുപാട് പേർക്ക് ഹീലിങ്സും വെളിച്ചവും കൊടുക്കുന്നുണ്ട് ടാരോ റീഡിങ് വഴിയൊക്കെ. ഓക്കെ, എനർജി എക്സ്ചേഞ്ചും അത്യാവശ്യമാണ് കേട്ടോ. ഫ്രീ ആയിട്ടൊന്നും ചെയ്തു കൊടുക്കാൻ പറ്റില്ല, കാരണം എനർജി നമുക്ക് കൂടി ബാധിക്കുന്നതാണ്. ഞാനും ഒരു കുഞ്ഞു സോളാണല്ലോ. ഓക്കെ, സോ അതാണ് കേട്ടോ എൻ്റെ പേര് ഇതാണ്. അപ്പോൾ ഇന്ന് എനിക്കിന്ന് വന്നത് കൂടുതലും ടോക്ക് എന്ന് വന്നിട്ടുള്ളത് നമ്മുടെ വുഡ് ചൈനീസ് ഇയർ പ്രകാരം വുഡ് സ്നേക്ക് ഇയർ ആണ്. 2025 ഡിസംബർ 31 വരെയും ഈ ഒരു സ്നേക്ക് എനർജിയാണ് ഉണ്ടാവുക, വുഡ് സ്നേക്ക് എനർജി. അപ്പോൾ എനിക്ക് ഫീൽ ചെയ്തത് സ്നേക്കിൻ്റെ ഈ ഒരു പാമ്പിൻ്റെ റിലേറ്റഡായിട്ട് നിങ്ങൾക്ക് തരേണ്ട ഗൈഡൻസസ് ആണ്. സ്നേക്ക് അല്ലെങ്കിൽ സ്നേക്ക് ശരിക്കും എനിക്ക് മനസ്സിലായിട്ടുള്ള സ്നേക്ക്, ഈ ഡ്രാഗൺ എന്നൊക്കെ പറയുന്നത് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാം. അപ്പോൾ ചൈനീസ് ഫുങ്ഷുപരമായിട്ടൊക്കെ പറയാൻ ഡ്രാഗൺസാണ് എപ്പോഴും പ്രൊട്ടക്ഷന് വരിക. അപ്പോൾ നമ്മളെന്തെങ്കിലും ഇപ്പോൾ ഹയർ ലെവലിലേക്ക് ഹീലിങ്ങിലേക്ക് പോകുമ്പോൾ ഡ്രാഗൺസിൻ്റെ പ്രസൻസ് ഫീൽ ചെയ്യും. കാരണം ഈ ഡ്രാഗൺസ് എന്ന് പറയുന്നത്, ഈ പാമ്പ് എന്നൊക്കെ പറയുന്നത്, അവർ നമ്മുടെ ആ ഒരു പ്രൊട്ടക്ഷൻ ചെയ്യുന്ന ആളുകളാണ്. സോ ആൻസിസ്റ്റേഴ്സായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യാറ്. അപ്പോൾ എന്താണ് നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സിന് തരാനുള്ള മെസ്സേജസ് ഫോർ യുവർ ജേണി, അതാണ് ഇന്ന് നോക്കുന്നത് കേട്ടോ. ആൻസിസ്റ്റേഴ്സിന് നിങ്ങളോട് പറയേണ്ട കാര്യങ്ങളാണ് നമ്മൾ ടാരോ ആൻഡ് അതിനുശേഷം നമ്മൾ ഏഞ്ചൽ ആൻസേഴ്സും കൂടി എടുക്കും. ഓക്കെ, അപ്പോൾ ഇന്ന് എന്താ ഒരുപാട് പേര് പാമ്പിൻ്റെ സ്വപ്നം കാണുന്നു, അല്ലെങ്കിൽ പാമ്പുമായിട്ട് സ്നേക്കായിട്ട് റിലേറ്റഡ് ആയിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അപ്പോൾ ഇന്ന് ആ ഒരു റീഡിങ്ങിലൂടെ നമ്മളത് ക്ലിയർ ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, ഞാൻ 2 എന്താ പറയുക നമ്പർ എടുക്കാം കേട്ടോ. ഇതൊക്കെ ഞാൻ കണ്ണടച്ച് മീൻസ് നമ്മൾ ഇൻഡ്യൂറ്റീവിൽ എടുക്കുന്നതാണ് കേട്ടോ നമ്പേഴ്സ്. ഈ നമ്പർ ശരിക്കും എനിക്ക് ആരോ തന്നതാണ്, ഞാനായിട്ട് വാങ്ങിയതല്ല. അങ്ങനെ ഈ ജേണി വരുമ്പോൾ പല കാര്യങ്ങളും ഇതിലേക്ക് വന്ന കാര്യങ്ങളാണ്, ഞാൻ പോലും പിന്നിൽ പോയിട്ടില്ല. ഓക്കെ, 7, 8ഉം 7, 9 നമ്പറാണ് ഇന്ന് കിട്ടിയത് കേട്ടോ. 7 കാണുന്നുണ്ടോ? 7, 8 ആൻഡ് 7, 9 നമ്പറാണ്. ഈ 7 അല്ലെങ്കിൽ 9 ഇൻഡിവിജ്വലി നിങ്ങൾക്ക് എന്തെങ്കിലും ഡേറ്റ് ഓഫ് ബർത്തോ അല്ലെങ്കിൽ ഇമ്പോർട്ടൻറ്റ് നമ്പറോ അല്ലെങ്കിൽ നിങ്ങളുടെ ട്രാൻസ്ഫോർമേഷൻ തുടങ്ങിയ നമ്പറോ അല്ലെങ്കിൽ ഈ ഇയർ ആണെങ്കിൽ പോലും വാട്ടവർ എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ കളറാണ് കോൾ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് എടുക്കുക കേട്ടോ. ജസ്റ്റ് ഒരു മെഡിറ്റേറ്റ് ചെയ്തിട്ട് എടുക്കുക. ജസ്റ്റ് ഒരു 1 സെക്കൻഡ് പോസ് ചെയ്തിട്ട് നിങ്ങൾ ചൂസ് ചെയ്യുക. 7, 8 ആണ് ഇന്ന് റീഡ് ചെയ്യാൻ പോകുന്നത്. എന്താണ് സ്നേക്ക് അല്ലെങ്കിൽ ഈ ഒരു പാമ്പ് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് എന്തും ആൻസിസ്റ്റേഴ്സാണ് ശരിക്കും. ആൻസിസ്റ്റേഴ്സ് എന്ത് മെസ്സേജസ് ആണ് നിങ്ങളോട് പറയുന്നത്? ഈ ഒരു ഇയർ നിങ്ങൾ എവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്, എവിടെയാണ് ഹീൽ ചെയ്യേണ്ടത് എന്നാണ് ഇന്ന് നമ്മൾ റീഡ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. നമ്മളെപ്പോഴും ഈ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ നോക്കിയിട്ട് നമുക്ക് നമ്മളെ കൂടി ചേഞ്ചസ് വരണം അല്ലേ. ഒക്കെ നോക്കാം. യൂണിവേഴ്സ് സ്പിരിറ്റ്സ് ഏഞ്ചൽ 7, 8 ആണ് നമ്മൾ ചൂസ് ചെയ്ത നമ്പർ. അപ്പോൾ ഈ ഒരു ആൻസിസ്റ്റേഴ്സിന് എന്ത് ബ്ലെസ്സിങ്സ് ആണ് ഈ ഒരു സബ്സ്ക്രൈബേഴ്സ്, ഈ ഒരു പൈൽ 1 ചൂസ് ചെയ്തവർക്ക് കൊടുക്കാനുള്ള മെസ്സേജസ്? അവരൊരുപാട് സ്നേക്കും റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും ട്രാൻസ്ഫോർമേഷനിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ എന്ത് മെസ്സേജസും എന്ത് ഗൈഡൻസസും ആണ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്? ഓക്കെ, യൂണിവേഴ്സ് സ്പിരിറ്റ്സ് ഏഞ്ചൽസ്. ഓക്കെ, കാഴ്ച തെറിച്ചു വീണിട്ടുണ്ടല്ലോ. ഓ മൈ ഗോഡ്, എനിക്ക് തോന്നി കാട് തെറിച്ചപ്പോൾ എന്തെങ്കിലും ഒരു ആൻസിസ്റ്റേഴ്സിനെ വിഷമിപ്പിക്കുന്ന രീതിയിൽ നിങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടായിരിക്കും. ഞാൻ ലാസ്റ്റ് റീഡ് ചെയ്യാം കേട്ടോ. കാർഡ്സ് വരട്ടെ. ഓക്കെ, 6 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. 5 ഓഫ് കപ്സ് എനിക്ക് ഫീൽ ചെയ്തു അത്. ശരി, 10 ഓഫ് വാൻസ് ആണ്. അതുകൊണ്ടാണ് ഈ എനർജി തെറിച്ചു പോയത്. എന്തുകൊണ്ടാണ്? ആൻസിസ്റ്റേഴ്സ് നിങ്ങളോട് ഒരുപാട് കാര്യങ്ങൾ, ഇത് റിവേഴ്സാണ് വന്നത് അല്ലേ, റിവേഴ്സ് അടിക്കുന്നു. ഹെയർ ഓഫ് എൻ്റെ ജസ്റ്റിസ് നോക്കൊക്കെ മേജർ ആർക്കാന കാണാം, പിന്നെ മൈനർ ആർക്കാന കാർഡ്സ്. നമുക്ക് വന്ന കാർഡ്സുകൾ നിങ്ങൾക്ക് കാണുന്നുണ്ടോ? ഒന്ന് വന്നത് 5 ഓഫ് വാൻസ് ആണ്, അത് റിവേഴ്സാണ്. ഹെയർ ഓഫ് എൻ്റെ ഉണ്ട്, അതും 5ഉം അപ്രൈറ്റ് ആയിട്ട്. അതുപോലെ ജസ്റ്റിസ്, കർമ്മ. ഓക്കെ, 1, 2, 3 3 5 ആണ് കേട്ടോ വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് കാണാനുണ്ടോ? 5ൻ്റെ ഒരു കളികളാണ് കാണിക്കുന്നത്. 5 കണ്ടോ? പിന്നെ 6, 4, 6 ഉണ്ട്, 8 ഉണ്ട്, 11 ഉണ്ട്. ഇതൊക്കെ കർമ്മ. ആൻഡ് ബോട്ടം കാണിക്കുന്നത് 10 ആണ്, 10 ഓഫ് വാൻസ് ആണ്. നിങ്ങൾക്ക് ലൈറ്റിൽ കാണുന്നുണ്ടോ എന്നറിയില്ല. അപ്പോൾ നിങ്ങളോട് നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സ് അല്ലെങ്കിൽ സ്നേക്ക്, ആ ഒരു ചിലപ്പോൾ പാമ്പും കാമ്പൊക്കെ ഉണ്ടായിരിക്കും നിങ്ങൾക്ക്. എനിക്കൊരു ആൻസിസ്റ്ററാണ്. ഞാൻ ഒരിക്കൽ ഒരു
തിരുവേങ്കട അമ്പലത്തിലാന്ന് തോന്നുന്നു. അവിടെ പോയി പാമ്പങ്കാവിനോട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കണ്ണടച്ച് നിന്നപ്പോൾ എന്നോട് ആൻസിസ്റ്റർ ഹീലിംഗ് ആണ് ചെയ്യേണ്ടത് പറയൂ എന്നൊരു വേർഡാണ് എനിക്ക് വന്നത്. അപ്പോൾ അന്ന് തൊട്ട് എനിക്ക് മനസ്സിലായി ആൻസിസ്റ്റേഴ്സാണ് ഈ ഒരു നാഗത്താൻ എന്നൊക്കെ പറയുന്നത്. ചിലവർ ആ ഒരു പ്ലേസൊക്കെ വിശ്വാസമില്ലാതെ അവരെയൊക്കെ തട്ടി മാറ്റി വീട് വയ്ക്കുന്നവരുണ്ട് അല്ലേ. അപ്പോൾ എൻ്റെ ഫാമിലിയിലുണ്ട് ഇങ്ങനെ ഒരു ശരിക്കും കണ്ടു കഴിഞ്ഞാൽ എനിക്കൊക്കെ ആദ്യം ചെറുതിൽ പേടിയായിരുന്നു. കാരണം ആ ഒരു ചേച്ചിയാണ് മാരീഡ് അല്ല. കാരണം അവരെ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും സ്നേഹിക്കിൻ്റെ പോലെയാണ്. കാരണം അവരുടെ ഏതോ ഒരു അച്ചാച്ചനായിട്ട് ഒരിക്കൽ മരം മുറിക്കുമ്പോൾ അതിൽ പാമ്പ് ഉണ്ടായിരുന്നു, കണ്ടില്ല എന്ന് തോന്നുന്നു, അതിനെ മുറിച്ചു കളഞ്ഞു. അപ്പോൾ ആ ഒരു ചേച്ചിക്കും സ്കിൻ ഡിസീസസ് ആണെന്ന് നമുക്ക് പറയാം. പക്ഷെ അങ്ങനെയാണ് ശരീരം ഫുള്ള് പാമ്പിൻ്റെ അള പോലെയാണ് ബോഡി ഫുള്ള്. ശരിക്കും കണ്ണൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആ ഒരു പാമ്പിൻ്റെ ആ ഒരു ഫേസിൽ അതാണ് മുടിയൊന്നും ഇല്ലാതെ ശരിക്കും ഒരു നോട്ടം നോക്കിയാൽ ശരിക്കും സ്നേക്ക് അടുത്തു നല്ല കളറൊക്കെ ഉണ്ട്. പക്ഷെ അങ്ങനെ പക്ഷെ ആൾ ഭയങ്കര സോഫ്റ്റാണ്, ഭയങ്കര പാവാണ്, നന്നായിട്ട് വരയ്ക്കുക അങ്ങനെയൊക്കെ ചെയ്യും, ഡിസൈനൊക്കെ ചെയ്യും. പക്ഷെ അങ്ങനെ ചെറുതിൽ എൻ്റെ ഒരു ഓർമ്മയിൽ അങ്ങനൊരു വന്നു. അപ്പോൾ അന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴാണ് ഒക്കെ കണക്ട് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നവർക്ക് അതിൻ്റേതായിട്ടുള്ള ശാപം ഉണ്ടാകും. അതാണ് ആ ഒരു ബോഡി ഫുൾ. കാരണം ഒരുപാട് ആ ഒരു സ്കിൻ ഡിസീസസ് ആയിട്ട് നമുക്ക് സ്കിൻ ഡിസീസസ് നമുക്ക് ഇങ്ങനെ സയൻസിൽ പറയാം. പക്ഷേ ശരിക്കും നോക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു എനർജി അവർക്കുണ്ട്. ശരിക്കും പേടിയാവുന്നത്. കാരണം സ്കിന്നൊക്കെ അങ്ങനെയാണ്. പാമ്പിൻ്റെ ബോഡി എങ്ങനെയാണ് ഇങ്ങനത്തെ ഒരു ചെതല് പോലെയല്ല, അങ്ങനെയാണ് അവരുടെ സ്കിന്ന്. അതിങ്ങനെ വിൻ്ററൊക്കെ ആകുമ്പോൾ ഇങ്ങനെ ചോരയൊക്കെ വരുന്നതും അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം അവർ അച്ചാച്ചനോ ചെയ്തതാണ് ഈ കുട്ടിയിലേക്ക് വന്നത്. അതാണ് നമ്മൾ പറയുന്നത് ഒരു വീഡിയോയിലും. ചെയ്യുന്ന കർമ്മ ശ്രദ്ധിക്കുക. നമ്മളുടെ കർമ്മ ചെയ്യുന്നത് നമ്മുടെ മക്കൾക്കൊക്കെ വരും. അവർ സഫർ ചെയ്യുന്നത് ശരിക്കും അവരപ്പോൾ വേദനിക്കുമ്പോൾ നമുക്കാണ് അത് തട്ടുക. നമ്മൾ കാരണം വലിയ രീതിയിലുള്ള കുറ്റബോധം ഗിൽറ്റ് വരും. അതുകൊണ്ടാണ് നല്ല കർമ്മം ചെയ്യാൻ പറയുന്നത്. ഇത് ഈ ഒരു കാർഡിൽ നല്ല കർമ്മം ചെയ്തിട്ടില്ല, അതാണ് കാണിക്കുന്നത്. 5 ഓഫ് വാൻസ്. നിങ്ങൾ ഇത് കാണുന്നവർ മേ ബി നിങ്ങളെ ബ്രദേഴ്സോ സിസ്റ്റേഴ്സോ ഒക്കെ ആയിട്ട് ഭയങ്കര ഫൈറ്റ് ഉള്ളവരായിരിക്കാം. നിങ്ങൾ സ്വരച്ചേർച്ച ഉണ്ടായിരിക്കില്ല, സ്വരച്ചേർച്ച ഇല്ലാത്തവരാണ്. എപ്പോഴും ഫൈറ്റ് അല്ലെങ്കിൽ വീട്ടിലെപ്പോഴും കലഹങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ആൻസിസ്റ്റേഴ്സിനെ ഭയങ്കരമായിട്ട് വേദനിപ്പിക്കുന്നുണ്ട്. നിങ്ങളോട് ഡിവൈനുമായിട്ട് കണക്ട് ചെയ്യാൻ ട്രഡീഷണലായിട്ട് നിങ്ങളുടെ അമ്പലങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ ദേവതകളോ ഞാനിങ്ങനെ സത്യത്തിൽ പറയാറില്ല കേട്ടോ. ദൈവങ്ങൾ എനിക്കങ്ങനെ ഒരു റീഡിങ്സിൽ അങ്ങനെ ഇൻഡ്യൂഷൻസ് വരാറില്ല. ഇപ്പോൾ കുറച്ചായിട്ട് വരുന്നത് ഫുള്ള് ടെമ്പിൾ റിലേറ്റഡ് ആയിട്ട്. കാരണം എനിക്ക് കിട്ടുന്ന ഇൻഡ്യൂഷനും സ്വപ്നങ്ങളും അങ്ങനെയാണ്. അപ്പോൾ ഇതിലിപ്പോൾ ഒരു പുതിയ കുറേ പേര് കാണുന്നുണ്ട്. അപ്പോൾ അവരുടെ എനർജിയാണ് നമ്മളെക്കൂടെ പറയിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഫാമിലി ലൈനിലുള്ള ടെമ്പിൾസൊക്കെ ഉണ്ടെങ്കിൽ പറ്റുന്നെങ്കിൽ നിങ്ങളവിടെ പോയിട്ട് എന്താ ചെയ്യേണ്ടത്, പ്രാർത്ഥിക്കുകയും എനിക്കിത് തരണേ എന്നല്ല നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്, അതടുത്ത തെറ്റാണ്. അവിടെ പോയിട്ട് അവരോട് ക്ഷമ ചോദിക്കും, ഫോർഗീവ്നെസ് ചോദിക്കും. ഞാനും എൻ്റെ ഫാമിലി അച്ഛനമ്മ അങ്ങനെ അവരൊക്കെ എന്തെങ്കിലും തെറ്റൊക്കെ ഏതെങ്കിലും സോളിനോട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് മാപ്പ് തരണം. അല്ലെങ്കിൽ തിരിച്ചും ആ ദേവിയോടോ ദേവനാണോ ഏതാണെങ്കിലും ഏത് ഡിവൈനാണെങ്കിലും നിങ്ങളവിടെ പോയിട്ട് സോളിനോട് ഫോർഗിവ്നെസ് ചോദിക്കാം. ഹോപ്പനോപ്പറും ടെക്നിക്സ് പറയാം. സോറി, പ്ലീസ് ഫോർഗീവ് മീ, താങ്ക് യു അല്ല, എന്നോട് ക്ഷമിക്കണേ, ഇതാണ് പറയേണ്ടത്. അല്ലാതെ പോയിട്ട് എനിക്ക് വീട് വാങ്ങണം ഹെൽപ്പ് ചെയ്യണേ, എനിക്ക് മോൾക്ക് കല്യാണം നടക്കണം, അപ്പം ഇത്ര സ്വർണ്ണം ഒപ്പിച്ച് തരണം, ഇതല്ലാണ്ട് പറയുന്നത്. അത് നമ്മുടെ ആവശ്യമാണ്. നിങ്ങൾ അവരെ യൂസ് ചെയ്യണം. ഇതൊക്കെ നിങ്ങൾക്ക് കർമ്മഫലം കിട്ടും. പണ്ടും ഞാനൊക്കെ അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് എക്സാമിൽ മാർക്ക് കിട്ടണം എന്നൊക്കെ പറയും. പക്ഷേ പിന്നെയാണ് പറഞ്ഞത് അങ്ങനെ ആവശ്യപ്പെടുകയല്ല ചെയ്യുന്നത്. നമ്മൾ നമ്മുടെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ 99% നമ്മുടെ ഹാർഡ് വർക്ക് പ്ലസ് 1% ആണ് ഒരു ബ്ലെസ്സിങ്സ്. പക്ഷെ നമ്മൾ ഒരു തിരിച്ചാണ് നമ്മൾ ചെയ്യുക അല്ലേ. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക. എനിക്ക് ഈ കാർഡ് വന്നപ്പോൾ ഫുള്ള് റിലേഷൻഷിപ്പിൽ ഫെയിലിയർ ആയിട്ടുള്ള ആളുകളെ കാണിക്കുന്നത്. ബ്രേക്കപ്പായിട്ട് ഏതൊരു റിലേഷൻഷിപ്പിൽ പോയാലും അവിടെ ഒരു ഹാപ്പിനെസ് ഇല്ല. നോക്കൂ, ആരും നിങ്ങൾ അംഗീകരിക്കുന്നില്ല. കാരണം നിങ്ങൾ അംഗീകരിക്കുന്നില്ല. നിങ്ങൾക്ക് നിങ്ങളോടൊരു പുച്ഛമാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡിഫറൻസസ് ഉണ്ടെങ്കിൽ അതൊന്നും നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഒരു ഷെയിമാണ്. മറ്റുള്ളവരെന്നെ കണ്ട് ഇങ്ങനെ പറയില്ല. നിങ്ങൾ യുണീക്ക് പീസാണ്. നിങ്ങളെപ്പോലെ നിങ്ങൾ തന്നെയാണുള്ളൂ. അതിലൊരു ഷെയിം വേടും ഇല്ല. നമ്മുടേതായിട്ടുള്ള കർമ്മ, നമ്മുടേതായിട്ടുള്ള ഫാമിലി ലൈനൊക്കെ കിട്ടിയിട്ടുള്ള ബോഡിയാണ് നമുക്ക്. കാരണം നമ്മൾ ഓരോരുത്തരും ശരീരപ്രകൃതിയും ഓരോ കർമ്മത്തിനനുസരിച്ചിട്ടാണ്. ചിലവർ ഭയങ്കര ആയിട്ട് നല്ലൊരു ഷേപ്പ് മീൻസ് അങ്ങനെ സ്ട്രക്ചറിലൊക്കെ കാണുന്നവരുണ്ട്. അപ്പോൾ അവരങ്ങനെ വരുന്നത് അവരോട് കാരണം അവർക്ക് എന്തെങ്കിലും സെക്ഷൽ ആയിട്ടുള്ള ട്രോമാസൊക്കെ ഏതെങ്കിലും ഫാസ്റ്റ് ലൈഫിലുണ്ടെങ്കിൽ ആ ഒരു ആളുകൾ ഇവരോട് അട്രാക്റ്റഡ് ആവണമെങ്കിൽ ആ ഒരു എനർജി അങ്ങനെ പോകണം അല്ലേ. അപ്പോൾ ഇത് പറയുന്നത് ഡീപ്പറായിട്ട് സ്പിരിച്വൽ കാര്യങ്ങളാണ് കേട്ടോ. നിങ്ങൾ വേറെ രീതിയിലെല്ലാം എടുക്കരുത്. അപ്പോൾ അങ്ങനെയാണ് അവർക്ക് അതിലേക്ക് വരുന്നത് അല്ലേ. അപ്പോൾ അവരോട് അട്രാക്റ്റഡ് ആവണം. അതിന് എല്ലാത്തിനും നമ്മുടെ ശരീരത്തിൽ കിട്ടുന്ന ഓരോ കുഞ്ഞ് ഡോട്ടിന് പോലും എന്താ പറയുക മീനിങ്സ് ഉണ്ട്. അത് നമ്മൾ അതോടെ വേറെ ആവണം നമുക്കൊന്ന് മനസ്സിലാവാം. ഓക്കെ, അപ്പോൾ ഇതിൽ കാണിക്കുന്നത് ജസ്റ്റിസ് കാർഡാണ്. നിങ്ങൾ എന്തൊക്കെ കർമ്മ ചെയ്യുന്നുണ്ട്,
ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മയും വളരെ തെറ്റാണ്. മറ്റുള്ളവരെ കുറ്റം പറയാനും മറ്റുള്ളവരെ വേദനിപ്പിക്കാനും പോവാതെ കിട്ടുന്ന സമയം നമ്മളുടെ സോളിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുക കേട്ടോ. അത് സോളിന് വേണ്ടി യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളിങ്ങനെ ജനിക്കണം മരിക്കണം, ഈ ജനന മരണ സൈക്കിൾ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സ് പറയുന്നത് 6 ഓഫ് കപ്സ് ആണ്. ചൈൽഡ്ഹുഡ് നിങ്ങൾക്ക് ചെറുതിൽ ചിലപ്പോൾ എന്താ പറയുക പാസ്റ്റ് കാര്യങ്ങളാണ് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യും. പാസ്റ്റിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരുപാട് ട്രോമയാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ ലൈഫിൽ എഫക്റ്റ് ചെയ്യുന്നത്. അതൊന്ന് ഹീൽ ചെയ്യുക. ഫൈൻ. കാരണം 4 ഓഫ് പെൻറ്റക്കിൾസ് കാണിക്കുന്നത് നിങ്ങൾക്കൊന്നും കൊടുക്കാൻ ഇഷ്ടപ്പെടാത്ത പേഴ്സൺസ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്യൂസ് പോലും, അല്ലെങ്കിൽ ഒന്ന് റിലാക്സ് ചെയ്താൽ മതി. നിങ്ങളൊന്ന് റിലാക്സ് ചെയ്താലാണ് നിങ്ങളുടെ ഉള്ളിൽ അടിഞ്ഞിരിക്കുന്ന എനർജീസ് റിലീസ് ചെയ്ത് പോയാൽ മാത്രമാണ് ഈ ഡിവൈൻ നിങ്ങളോട് കോൺടാക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഹയർ ഓഫിൻ്റെ താഴെയാണ് 4 ഓഫ് പെൻറ്റക്കിൾസ്. നിങ്ങൾ ഒന്നും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. നിങ്ങളിങ്ങനെ വാങ്ങിക്കൊണ്ടിരിക്കുക. നിങ്ങൾക്ക് ടേക്കറാണ്, ഗിവറല്ല. മനസ്സിലായോ? അപ്പോൾ ഡിവൈൻ നിങ്ങളായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നത്, നിങ്ങളായിട്ട് കണക്ട് ചെയ്യാൻ വരുമ്പോൾ നിങ്ങളുടെ ഓറയിൽ വളരെ നെഗറ്റീവായിട്ടുള്ള ലോ ആയിട്ടുള്ള വൈബ്രേഷൻസാണ്. അപ്പം ഡിവൈന് കണക്ട് ചെയ്യാൻ സാധിക്കുന്നില്ല. സോ നിങ്ങളെ ഒന്ന് റിഫ്രഷ് ചെയ്യുക, റിവാലുവേറ്റ് ചെയ്യുക. എന്താ പറയുക, നിങ്ങൾ ക്ലെൻസ് ചെയ്യേണ്ട ടൈം അതിക്രമിച്ചിരിക്കുന്നു എന്ന് പറയാം. കാരണം 10 ഓഫ് വാൻസ് ആണ് ബോട്ടം. അത്രയും സ്ട്രഗിളിലൂടെ പോകുന്നത്. ഈ സ്ട്രഗിൾസ് വരുന്നത് എന്താ, നമ്മുടെ ചിന്ത ശരിയല്ല. ആ ചിന്തയാണ് കർമ്മത്തെ ക്രിയേറ്റ് ചെയ്യുന്നത്. കർമ്മം പിന്നെ ആക്ഷനായിട്ട് ചെയ്യുന്നു, അതിൻ്റെ ഫലം നിങ്ങൾ അനുഭവിക്കുന്നു. അപ്പോൾ ഇതിൽ പറയുന്നത് നിങ്ങൾക്ക് നല്ല രീതിയിൽ ജസ്റ്റിസ് ഉണ്ട്. കർമ്മയുണ്ട്. ജസ്റ്റിസ് മീൻസ് സാറ്റേൺ ആണ് പറയുന്നത്. ഇപ്പോഴത്തെ ഡിവൈനും ഇരിക്കുന്നുണ്ട്. നിങ്ങളൊന്ന് കണക്ട് ചെയ്ത് നിങ്ങളുടെ സാറ്റേൺ നിങ്ങളെ ഇങ്ങനെ വാച്ച് ചെയ്തുകൊണ്ട് നമ്മൾ വിചാരിക്കും നമ്മൾ ചെയ്യുന്ന തെറ്റുകളൊന്നും ആരും കാണുന്നില്ല. പക്ഷേ എനർജീസൊക്കെ നോട്ട് ചെയ്യുന്നുണ്ട്. ആകാശ റെക്കോർഡ്സ് ഇതൊക്കെ നോട്ടഡ് ആയിട്ട് കിടക്കുന്നുണ്ട്. നമ്മൾ ചിന്തിക്കുന്ന ചിന്തകൾ പോലും അതിൽ നോട്ടഡ് ആണ്. ഓക്കെ. അപ്പോൾ 5 ഓഫ് കപ്സ് ആണ് ഇതിൽ കാണിക്കുന്നത്. എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ബ്ലഡ് ലൈൻ അല്ലെങ്കിൽ ആരുമായിട്ട് ഫൈറ്റ് ചെയ്യാതിരിക്കുക, വിട്ടുകൊടുക്കുക. ഒരറിവില്ലായ്മയെ കൊണ്ട് ഇപ്പോൾ സ്വത്തും കാര്യമൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിൽ ഇത് ഞാൻ ചോദിക്കട്ടെ, നമ്മൾ മരിച്ചു നമ്മൾ കൊണ്ടുപോകുന്നില്ലല്ലോ. ഇത് എത്ര കേസസാണ് എന്താ പറയുക, 2 പേര് സ്വത്തിന് വേണ്ടിയിട്ട് കൊല്ലുന്നതായിട്ടും വിഡിത്തരല്ലേ കാണിക്കുന്നത്. പക്ഷേ അവരുടെ കർമ്മ അങ്ങനെയാണ്. ഞാൻ പറയുന്നത് ഒന്നിനും നമ്മൾ ഓവറായിട്ട് അതിലൊന്നും ഇമ്പോർട്ടൻസ് കൊടുക്കാതിരിക്കുക. നമുക്ക് അത്യാവശ്യം അതിലൂടെ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിൽ അച്ചീവ് ചെയ്യാനാണ് നോക്കി ഫൈൻ. അല്ലാതെ നമ്മുടെ ഗ്രീഡിനെസ് കൊണ്ട് ഒന്നിൻ്റെയും എന്താ പറയുക കംപ്ലീറ്റ്ലി എടുക്കാതിരിക്കുക, എന്താ പറയുക കൈയെടുക്കാതിരിക്കുക കേട്ടോ. കാരണം നിങ്ങളുടെ ഫാമിലി ലൈനിലൊക്കെ അത് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതാണ് 5 ഓഫ് വാൻസ്. എല്ലാവരും തമ്മിൽ ഫൈറ്റ്, ഫാമിലിയിൽ എല്ലാവരും തമ്മിൽ വഴക്ക് തർക്കങ്ങൾ ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങളുടെ ദേവതകൾ പോലും അല്ലെങ്കിൽ ആൻസിസ്റ്റേഴ്സ് പോലും ഭയങ്കരമായിട്ട് പെയിനാണ്. അവർക്കും ഇങ്ങനത്തെ എനർജിയാണ്. അവർ വേദനിക്കുന്നത് എന്താണ്, കുടുംബത്തിലെല്ലാവർക്കും തമ്മിൽ തല്ലുകയാണല്ലോ. ഇവർക്ക് എന്ത് കൊടുത്താലും ഇവർക്ക് എങ്ങനെയൊക്കെ കണക്ട് ചെയ്യാൻ നോക്കിയാലും ഇവരെന്താ മാറാത്ത. കാരണം അവർക്ക് പേടിയാണ്. കാരണം ഇനിയുള്ള ഫാമിലി ഞാൻ അങ്ങനെ തകർന്ന് പോവില്ലേ, അതുകൊണ്ട് അവർ ഒരുപാട് വേദനിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ സോള് മരണപ്പെട്ടു പോയ അമ്മയോ അച്ഛനോ ആരൊക്കെയാണോ നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സായിട്ട് മരണപ്പെട്ടു പോയി അവരുടെ സോളിനൊക്കെ നല്ല രീതിയിൽ എന്ത് കൊടുക്കുക. ഫോറിനേഴ്സ് ആദ്യം പറയാം, ക്ഷമിക്കൂ, നിങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. കാരണം അത് ഈ ആൻസിസ്റ്റേഴ്സിന് ഒരുപാട് പെയിൻഫുൾ സിറ്റുവേഷൻ കൊടുക്കുന്നുണ്ട്. കമ്മ്യൂണിക്കേഷൻ, എനിക്ക് തോന്നുന്നു നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഏതൊക്കെ ആൻസിസ്റ്റേഴ്സ് വില്ലിങ് ആണ്, സ്വപ്നങ്ങളിൽ കാണുന്നുണ്ടായിരിക്കാം. പക്ഷെ നിങ്ങൾക്കത് അറിയുന്നില്ല, എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, എങ്ങനെ അവരോട് അടുക്കണമെന്നറിയുന്നില്ല. പക്ഷെ നിങ്ങളൊന്നും ഇത് ചെയ്താൽ മതി. നിങ്ങളൊന്ന് ക്ലെൻസ് ചെയ്ത് കംപ്ലീറ്റ്ലി യൂണിവേഴ്സ് സറണ്ടർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് നിങ്ങളോട് കുറേ മെസ്സേജസ് കൺവേ ചെയ്യാനുണ്ട്. അതാണ് കാണിക്കുന്നത് ഈ ഒരു 7, 8 എടുത്തവർക്ക്. നോക്കൂ, ഇതിൽ കിട്ടിയ നമ്പർ നോക്കൂ കേട്ടോ. 5ൻ്റെ ഒരു 3 പ്രാവശ്യമാണ് 5, 5, 5. 5 എന്ന് പറഞ്ഞാൽ ചേഞ്ചസ്, കയോസ്, ചലഞ്ചസ് വരും, ഒക്കെ വരും. അതൊക്കെ നിങ്ങളെ നല്ല രീതിയിൽ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ 8 കർമ്മയാണ്. നമ്മൾ ചെയ്യുന്നത് നല്ല കർമ്മ ചീത്ത കർമ്മയെങ്കിലും കുറച്ചുകൂടി ബാഡ് കർമ്മയാണ് ഫീൽ ചെയ്യുന്നത്. ആൻഡ് 6 ഡബിൾ എനർജിയാണ് അല്ലേ. 6 നമ്പർ ശരിക്കും അങ്ങനെയാ പറയുക. 6 എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു കൃഷ്ണനെയൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടെങ്കിൽ വിഷ്ണു ഭഗവാനെയൊക്കെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാം കേട്ടോ. 6 ഓഫ് കപ്സ് നിങ്ങൾ പഴയ കുട്ടിക്കാലത്തെ സുഹൃത്തുക്കളൊക്കെ തമ്മിൽ കോൺടാക്റ്റ് വരാനും സംസാരിക്കാനും, നിങ്ങൾക്ക് പഴയ കാര്യങ്ങൾ മിസ് ചെയ്യുന്നുണ്ട്. പഴയ തറവാടൊക്കെ ഉണ്ടെങ്കിൽ അവിടെ പോവുക, എനർജിക്കൊന്ന് എന്താ പറയുക, അങ്ങനെ തറവാട് വീടുകളൊന്നും ഇപ്പോൾ ആരും മൈൻഡ് ചെയ്യാതൊക്കെ പോകുന്നുണ്ട് അല്ലേ. അപ്പോൾ ആ എനർജീസൊക്കെ അവിടെ ഇങ്ങനെ ക്ഷയിക്കുന്നുണ്ട്. അത് നമ്മളുടെ അവിടെ വളർന്നവരെ എല്ലാവർക്കും ബാധിക്കും. ജസ്റ്റ് ഒന്ന് പോയി ക്ലെൻസൊക്കെ ചെയ്ത് അല്ലെങ്കിൽ ഒന്ന് വൃത്തിയാക്കിയിട്ട് അവർക്ക് ആൻസിസ്റ്റേഴ്സിന് ഭയങ്കര ഹാപ്പി ആവും നമ്മളവിടെ ചെല്ലുമ്പോഴൊക്കെ. ഒരു എനർജി ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ അതാണ് കാണിക്കുന്നത്. നിങ്ങളുടെ കുറച്ച് ഗ്രീഡിനെസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിർത്തുക കേട്ടോ. 4 ഓഫ് പെൻറ്റക്കിൾസ് ചവിട്ടി പിടിച്ചേക്കണം, പൈസ ഒന്നും കൊടുക്കില്ല. നിങ്ങൾ ഇപ്പോൾ ബ്രദേഴ്സൊക്കെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സിസ്റ്റേഴ്സ് വർക്ക് ചെയ്യുന്നില്ല, ഹസ്ബൻഡിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന സിസ്റ്റേഴ്സൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്നിടത്തോളം അവർ പൈസയൊക്കെ കൊടുക്കാനൊക്കെ സഹായിക്കുക നിങ്ങളുടെ. മനസ്സിലായോ? അങ്ങനെ കൊടുക്കേണ്ടടുത്ത് കൊടുക്കാതെയൊക്കെ വരുമ്പോഴും ഈ ഒരു
ഓരോരുത്തർ നിയമിച്ചിട്ടുണ്ട് ഓരോരുത്തർ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് നമ്മൾ ചെയ്യുക. ആ ഒരു പാർട്ടിന് നിങ്ങൾ ചെയ്യാതിരിക്കുമ്പോൾ അത് നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കൊക്കെ ഹെൽത്ത് കണ്ടീഷൻസ് ആയിട്ടും നോക്കൂ. ഞാൻ കുറേ കേസസ് കേൾക്കുന്നതാണ്. ഇപ്പോൾ ഒരു സിസ്റ്റർ ഉണ്ടെന്ന് വിചാരിക്കും, ഒരു ബ്രദർ മാരീഡാണ്. പക്ഷേ വൈഫിന് ഈ സിസ്റ്ററെ ഹെൽപ്പ് ചെയ്യുന്ന വലിയ ഇഷ്ടമല്ല. അപ്പോൾ പൈസ കൊടുക്കാനോ അവർക്ക് പൈസയുടെ ആവശ്യം ഉണ്ടായിരിക്കും. കാരണം അത് അങ്ങനെയാണല്ലോ, അച്ഛനില്ല, അപ്പോൾ ഒരു കൊടുക്കേണ്ട അങ്ങനെയാണ് അതിൻ്റെ ഒരു ഇത്. അപ്പോൾ ഇവർക്ക് കൊടുക്കാൻ താല്പര്യമുണ്ട്, വൈഫ് സമ്മതിക്കുന്നില്ല. പക്ഷെ എന്താ സംഭവിക്കുന്നത്, ആ ഒരു പൈസ ഇവരുടെ മക്കൾക്കൊക്കെ വെറുതെ അസുഖങ്ങളൊക്കെ വന്നാൽ പൈസക്ക് ഇങ്ങനെ ചിലവായി പോവും. എന്തുകൊണ്ടാണ്? കൊടുക്കേണ്ടടുത്ത് കൊടുത്തില്ലെങ്കിൽ കിട്ടുന്ന പൈസ നമുക്ക് യൂസ് ആവില്ല. അത് പല രീതിയിലും മോഷ്ടിച്ച് പോവുക, അല്ലെങ്കിൽ പല രീതിയിൽ നഷ്ടപ്പെട്ടു പോകുക. അതാണ് ലോ ഓഫ് കർമ്മ എന്ന് പറയുന്നത്. അപ്പോൾ ചെയ്യേണ്ടടുത്ത് ചെയ്യുക. നിങ്ങൾ അത് ചെയ്യാതിരിക്കുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. ഇതിലങ്ങനെ കാണുന്നത് ഫുള്ളൊരു എനിക്ക് ഒരു കർമ്മ റീഡ് ചെയ്ത പോലെയാണ് കാണുന്നത്. യെസ്, ഫാമിലി ലൈനിൽ നിങ്ങൾക്ക് ഒരുപാട് അബണ്ടൻസ് ഒക്കെ അനുഭവിക്കാനുള്ള ഭാഗ്യമുള്ളവരാണ്. പക്ഷെ നിങ്ങൾ നിങ്ങളുടെ ഫാമിലിയുടെ ആ ഒരു കർമ്മത്തെ അല്ലെങ്കിൽ ഫാമിലി ലൈനിനെ നിങ്ങൾ നന്നായിട്ട് തെറ്റായ രീതിയിൽ എല്ലാവരും നല്ലൊരു ഒത്തൊരുമയിൽ വരുമ്പോൾ നമ്മുടെ ആൻസിസ്റ്റേഴ്സ് ഒരുപാട് ഹാപ്പി ആവുന്നതാണ് കേട്ടോ. ഞാൻ നമുക്ക് ആൻസിസ്റ്റേഴ്സിൻ്റെ കാർഡ്സ് എടുക്കാം. ഇതിപ്പോൾ കറക്റ്റ് കിട്ടും. നന്നായിട്ട് ഫോർഗീവ് ചെയ്യാൻ പറയും ഡെഫിനറ്റ്ലി. കാരണം ഇതൊക്കെ ഒരു റിവേഴ്സാണ് വന്നത്. അങ്ങനെ ഫൈറ്റിംഗ് എനർജിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ ഒരാളെങ്കിലും ക്ഷമിക്കുക. ഒരറിവില്ലായ്മ കൊണ്ട് പറയുന്നതാണ്. ഒരാൾ ക്ഷമിച്ചു കൊടുത്തിട്ട് നിങ്ങളുടെ ഫാമിലി നന്നായി ഹാപ്പിയാക്കി കൊണ്ടുപോകാം കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് അവരുടെ ശാപം അല്ലെങ്കിൽ പാമ്പിൻ്റെയൊക്കെ ബുദ്ധിമുട്ട് വരാനുള്ള ചാൻസസ് ഉണ്ട്. വെയിറ്റ് എന്നാണ് പറയുന്നത്, ഹീൽ ചെയ്യാനാണ് പറയുന്നത്. വെയിറ്റ് എനർജി എന്ന് പറയുന്നത് കോംപ്രമൈസ്, കമ്മ്യൂണിക്കേറ്റ് ക്ലിയർലി. യൂണിവേഴ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അവർക്ക് അത്ര വ്യക്തമായിട്ട് കിട്ടുന്നില്ല നിങ്ങളുടെ പെയിൻ. അപ്പോൾ നിങ്ങൾ കംപ്ലീറ്റ്ലി സറണ്ടർ ചെയ്തിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ടേക്ക് ആക്ഷൻ. കണ്ടോ, മിണ്ടാത്തവരുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും സംസാരിച്ച്. കാരണം നമ്മൾ എപ്പോഴാണ് നമ്മൾ മരണം കൊണ്ടുപോകാമെന്നൊന്നും അറിയില്ല. അപ്പോൾ എന്തിനാണ് നമ്മൾ മിണ്ടാതൊക്കെ ഇരിക്കുന്നത്? പറ്റുന്നിടത്തോളം നിങ്ങളുടെ ഫാമിലി ആയിട്ട് അച്ഛനമ്മ എല്ലാവരും വന്ന് സംസാരിച്ച് ആ ഒരു എന്താ പറയുക നല്ല രീതിയിൽ ബോണ്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക. ഫൈറ്റൊന്നും ചെയ്യാതെ ഒന്ന് ക്ഷമിച്ചു കൊടുക്കുക. ടേക്ക് ആക്ഷൻ എന്ന കാർഡ് കാണിക്കുന്നുണ്ട്. പെർഫെക്റ്റ് ടൈമിങ്, ഡിവൈൻ ടൈമിങ്ങിൽ നിങ്ങളുടേതായിട്ടുള്ള ആ കർമ്മ എന്താണെന്ന് മനസ്സിലാക്കാനും ക്ലെൻസ് ചെയ്യാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. നിങ്ങൾ 5 വന്നതുകൊണ്ട് ഹെയർ ഒഫൻഡ് ഉള്ളത് കൊണ്ട് നിങ്ങളുടെ ടെമ്പിളിലൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യുക. ഇനിയും പോവാത്തവരുണ്ടെങ്കിൽ അതാണ് ഈ കാലം പിന്നെയും റിപ്പീറ്റഡായിട്ട് വരുന്നത്. പോവാത്തവരുണ്ടെങ്കിൽ പോവുക. ഇനി പോകാൻ പറ്റില്ല അബ്രോഡൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അവർ സോളുമായിട്ട് കണക്ട് ചെയ്യാം. അത് ചെയ്താൽ മതി. നിങ്ങൾ മെഡിറ്റേഷൻ ഇരിക്കുമ്പോൾ നിങ്ങളുടെ ഇഷ്ടദേവത ഫ്രണ്ടിൽ കൊണ്ടുവന്നിട്ട് നിങ്ങൾ സംസാരിക്കുക, അല്ലെങ്കിൽ ഫോർഗിവ്നെസ് ചോദിക്കുക. ഇങ്ങനെ നിങ്ങൾക്ക് പല സോൾസിനോടും ചെയ്യാം. അതാണ് ഏറ്റവും ടെലിപ്പതി കമ്മ്യൂണിക്കേഷനാണ് ഏറ്റവും എഫക്റ്റീവ്. ഓക്കെ, ഒരു കാർഡ് കൂടി എടുക്കാം. റിമെയിൻ പോസിറ്റീവ്. സമാധാനമായിട്ടും സന്തോഷമായിട്ടും പോസിറ്റീവായിട്ട് ഇരിക്കുക കേട്ടോ. നെഗറ്റീവ് എനർജീസ് മാക്സിമം സെൻഡ് ചെയ്യാതിരിക്കുക. ഓക്കെ, പേടിക്കേണ്ട ആവശ്യമില്ല. നോ നീഡ് ടു വറി എന്ന കാർഡും കൂടി വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് 7, 8 പറയുന്നത്. നിങ്ങളുടെ ഫാമിലിയിൽ എപ്പോഴും തർക്കങ്ങളും അങ്ങനെയൊക്കെ വരുന്നതാണെങ്കിൽ അത് ഇവരെ ഭയങ്കരമായിട്ട് വേദനിപ്പിക്കുന്നുണ്ട് ആൻസിസ്റ്റേഴ്സിന്. അപ്പോൾ അവർക്ക് ഭയങ്കര വിഷമം വരുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്കും വർക്കിലും അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലൊക്കെ അതിൻ്റെ എനർജി വന്ന് ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള ചാൻസസ് 10 ഓഫ് വാൻസ് ആണ്. ബർഡൻ ആവുന്നുണ്ട്. കംപ്ലീറ്റ്ലി റിലീസ് ചെയ്യുക. നന്നായിട്ട് പ്രാർത്ഥിക്കുക. എന്നും ഈവനിങ് നന്നായിട്ട് പ്രാർത്ഥിക്കുക. വീട്ടിൽ വിളക്കൊക്കെ വെക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും നല്ല ഇൻസെൻസ് ഒക്കെ കത്തിച്ച് വെച്ച് വീട്ടിലത്തെ എനർജി ക്ലെൻസ് ഒക്കെ ചെയ്യുമ്പോൾ നല്ല എനർജീസാണ് വരിക. നെഗറ്റീവ് എനർജീസ് കൂടെ വരില്ല. ക്ലെൻസ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതാണ് പറയുന്നത്. പേടിക്കേണ്ട, റിമൈൻ പോസിറ്റീവ്, ടേക്ക് ആക്ഷൻ. അപ്പോൾ നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സ് കുറച്ചൊന്ന് വിഷമത്തിലാണ് ഈ പൈൽ 1 കാണുന്നവർക്ക്. കാരണം നിങ്ങളുടെ ചെയ്യുന്ന കർമ്മ ചെയ്യുന്നത് കാണുമ്പോൾ അവർക്ക് ഭയങ്കര വേദന, അഡിക്ഷൻസിലൊക്കെ പോവുക, മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നതായിട്ടും തെറ്റിലേക്ക് നയിക്കുന്നുണ്ട് നിങ്ങൾ പോലും അറിയാതെ. അതൊന്നും ചെയ്യാതിരിക്കുക കേട്ടോ. അവർക്ക് ഭയങ്കര പെയിൻഫുൾ സിറ്റുവേഷൻ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിലൊന്നും നല്ല രീതിയിൽ പോവില്ല കണ്ടോ. റിലേഷൻഷിപ്പിലൊക്കെ ബ്രേക്കപ്പും ഡിവോഴ്സും ഒക്കെ വരുന്നുണ്ട്. എല്ലാവരും ഒത്തൊരുമയോടെ പോകാനാണ് മെയിനായിട്ട് ഒറ്റ വേർഡിൽ പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് പൈൽ 2ലേക്ക് പോവാം. നന്നായിട്ട് കർമ്മ ക്ലെൻസിങ് ഒക്കെ ചെയ്യാം കേട്ടോ. ഞാനിവിടെ കർമ്മ ക്ലിയറൻസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പക്ഷേ അതും ഞാൻ ലിമിറ്റഡായിട്ട് ചെയ്യുള്ളൂ കേട്ടോ. എല്ലാവർക്കും ഞാൻ അങ്ങനെ എനിക്ക് ഇൻഡ്യൂറ്റീവിൽ വരും ഇവർക്ക് ചെയ്ത് കൊടുക്കാം നിങ്ങൾ മാത്രമേ ഞാൻ ചെയ്യുള്ളൂ. അല്ലെങ്കിൽ അത് എനിക്ക് കർമ്മ എഫക്റ്റ് ചെയ്യും. അത് പെയ്ഡ് റീഡിംഗ് ആയിരിക്കും. 21 ഡേയ്സിനൊക്കെയാണ്. ഇപ്പോൾ ബുക്കിങ്സ് വരുന്നുണ്ട്. ഞാൻ ഒരു ബുക്കിംഗ് ഞാൻ എടുത്തിട്ടുള്ളൂ. 1-2 പേര് ഞാൻ വെയിറ്റിങ്ങിൽ ഇട്ടിട്ടുണ്ട്. ഓക്കെ, നമുക്ക് പൈൽ 2ൻ്റെ നോക്കാം കേട്ടോ. അപ്പോൾ 7, 9 വന്നവർക്ക് നെക്സ്റ്റ് റീഡിങ് 7, 9. യൂണിവേഴ്സ്, സ്പിരിറ്റ്സ്, ഏഞ്ചൽ.
യൂണിവേഴ്സ് സ്പിരിറ്റ്സ് ഏഞ്ചൽസ് 7-9 ചൂസ് ചെയ്തവർക്ക് ആൻസിസ്റ്റേഴ്സിന് ഇവർക്ക് കൊടുക്കാനുള്ള മെസ്സേജസ് എന്താണ്? അവർ ഹാപ്പിയാണോ കറൻ്റ്ലി വിത്ത് ദം? ചലഞ്ചസാണ് കാണിക്കുന്നത്. ചാരിയറ്റ് കാർഡ് റിവേഴ്സ്. ഓക്കെ, 9 ഓഫ് വാൻസ് ആണ് കാണിക്കുന്നത്. മൂൺ കാർഡ് റിവേഴ്സാണ്. നിങ്ങൾക്ക് ചതിയൊക്കെ കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഈ ഒരു കാർഡ് എടുത്തവർ. 7 ഓഫ് പെൻറ്റക്കിൾസ്. എഗെയിൻ 5 ഓഫ് കപ്സ് ആണല്ലോ. ഇതിൽ കാണുന്നവർ കോമൺ ആയിട്ടും ഈ ഒരു റിലേഷൻഷിപ്പിനാണ് എപ്പോഴും ഇഷ്യൂസ് വരുന്നത്. റിലേഷൻഷിപ്പിന് ഇഷ്യൂസ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഏതൊക്കെയോ ആൻസിസ്റ്റേഴ്സ് ഏതൊക്കെയോ റിലേഷൻഷിപ്പിനെ ബ്രേക്ക് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാ സോൾ ലെവലിൽ ഹീൽ ചെയ്യുക. ഇതിൽ പറയുന്നത് തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് നിറയെ കാണുന്നു. ഇതിൽ ഈ ഒരു അതൊക്കെ അവർക്ക് പെയിൻ വരുന്നുണ്ട്. നമ്മുടെ ആൻസിസ്റ്റേഴ്സ് നോക്കുമ്പോൾ നിങ്ങളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ചീറ്റ് ചെയ്യുന്നു, പറ്റിക്കുന്നു, ചതിക്കുന്നു, ഹസ്ബൻഡ് വൈഫ് അങ്ങനെ പല രീതിയിലുള്ള ഓവർ എനർജീസൊക്കെ ഇതിൽ വരുന്നു. ആ ഒരു നല്ല രീതിയിൽ പോവേണ്ട ഫാമിലി ലൈനൊക്കെ തകർക്കുന്നതായിട്ട് കാണുന്നു. പക്ഷെ അതൊരു കർമ്മ അക്കൗണ്ട്സ് ആണെന്ന് അവർക്ക് മനസ്സിലാവുന്നു. അവർക്കൊന്നും ഇടപെടാൻ സാധിക്കുന്നില്ല. അവരും ഇതേ ഈ സിറ്റുവേഷൻസിലാണ്. നിങ്ങൾക്കും ചീറ്റിങ് കിട്ടുന്നുണ്ട്. നിങ്ങളുടെ അടുത്തേക്ക് ചിലപ്പോൾ സ്വപ്നങ്ങളിലൊക്കെ നന്നായിട്ട് വരുന്നുണ്ട്. ചാരിയറ്റാണ് കാണിക്കുന്നത്. ഇൻറ്റ്യൂട്ടീവായിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ ചില സമയത്ത് സംസാരിക്കുമ്പോൾ നിങ്ങൾ ടോണൊക്കെ മാറുന്ന പോലെ, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നിങ്ങൾ അറിയാതെയൊക്കെ സംസാരിച്ച് പോകുന്നതൊക്കെ ഡിവൈൻ കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് ആൻസിസ്റ്റേഴ്സിൻ്റെ പ്രസൻസാണ് കേട്ടോ. നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് തടസ്സങ്ങളുണ്ട്. 7ഉം 9ൻ്റെയും ഇടയിലാണ് ഈ ഒരു 7 ഓഫ് മേജർ ആർക്കാണ് ചാരിയറ്റ് കാർഡ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഉണ്ട്. പക്ഷേ ട്രാവൽ ചെയ്യാനൊക്കെ നോക്കുമ്പോൾ നിങ്ങൾക്ക് തടസ്സങ്ങൾ വരുന്നുണ്ട്. അതെന്തുകൊണ്ടാണ്? ഇവിടുത്തെ എനർജി നിങ്ങൾ ഈ ഒരു നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് ചെയ്യേണ്ടതായിട്ടുള്ള പറയുമ്പോൾ ഫാമിലി ടെമ്പിൾ അങ്ങനെ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെയൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് തടസ്സങ്ങൾ കൂടുതലായിട്ട് വരുന്നുണ്ട്. മൂൺ കാർഡ് റിവേഴ്സുമാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് ചീറ്റിംഗ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ആൾക്കാർ കാർമിക് സിറ്റുവേഷൻസ് ആയിട്ടാണ് കൂടുതലായിട്ട് വരുന്നത്. ശരിക്കും നിങ്ങൾ എന്താണ് അങ്ങനെ ഒരു കൊണ്ടുവരുത്തിക്കുന്നത്? നമ്മുടെ സോൾ ലെവലിലേക്ക് എത്തണമെങ്കിൽ നമുക്കൊരു പെയിൻ കിട്ടിയാലും നമ്മൾ ചിന്തിക്കുകയുള്ളൂ. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ടാണ് അവർ നയിക്കുന്നത്. യെസ്, ഡെത്ത് കാണിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ഒരു സെക്കൻഡ് ലൈൻ ചൂസ് ചെയ്തവർ ഫാമിലിയിലൊക്കെ ഒരുപാട് പേര് മരണപ്പെട്ടു പോയവരായിരിക്കാം. പെട്ടെന്ന് സഡൻ ഡെത്തായിട്ടൊക്കെ പോകുന്നുണ്ടെങ്കിൽ അതൊക്കെ വലിയൊരു കർമ്മ ക്രിയേറ്റ് ചെയ്തതാണ്. നിങ്ങളെല്ലാവരോടും എന്ത് ചെയ്യുക, നല്ല രീതിയിൽ പെരുമാറുക. നിങ്ങൾക്ക് വേണ്ടി ചാരിറ്റി ചെയ്യാൻ അങ്ങനെയാണ് ഇൻഡ്യൂട്ടീവിൽ വന്ന് ചാരിറ്റി ചെയ്യാൻ പറ്റുന്ന രീതിയിൽ സൺഡേസൊക്കെ ഫുഡൊക്കെ വേണ്ടവർക്ക് ഫുഡും അന്നവും വെള്ളവും കൊടുക്കാൻ നോക്കുക. അപ്പോൾ അങ്ങനെയും ഒരു കർമ്മ പോയി കിട്ടുക മീൻസ് അങ്ങനെയായിട്ട് ചെയ്യരുത് കേട്ടോ. കൊടുക്കുന്ന നല്ലൊരു പ്രവൃത്തിയാണ്. അങ്ങനെ കൊടുക്കുന്നത് ഒരാളുടെ മനസ്സും വയറും നിറയ്ക്കുമ്പോൾ അവർക്ക് ഒരുപാട് ഹാപ്പി ആവും അല്ലേ. ഇന്നർ പീസ് വരും. ആ ഇന്നർ പീസ് വരുന്ന ബ്ലെസ്സിങ്സ് ഓട്ടോമാറ്റിക്കലി നമ്മൾക്ക് വരുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെയ്യരുത്. പക്ഷെ നമ്മളൊരു നല്ലൊരു പ്രവൃത്തിയായിട്ട് ചെയ്യുക കേട്ടോ. പുണ്യപ്രവൃത്തിയായിട്ട് ചെയ്യുക. കാരണം ഇതിൽ മൂൺ കാർഡൊക്കെയാണ് കാണിക്കുന്നത്. നിങ്ങളുടെ ലൈഫിലൊക്കെ ഈ ഒരു കാർഡ് ചൂസ് ചെയ്ത ലൈഫിൽ നല്ല രീതിയിൽ പോകുന്ന ലൈഫിൽ പെട്ടെന്ന് ഒരു തേർഡ് പേഴ്സൺ വന്നിട്ട് ആകെ ക്ലാഷസ് ആക്കിയിട്ടുണ്ട്. അതാണ് കാണിക്കുന്നത്. നോക്കൂ, 7-7-7. നേരത്തെ 5ൻ്റെ കോമ്പിനേഷൻ ആണെങ്കിൽ ഇതിൽ 7ൻ്റെ കോമ്പിനേഷൻ. ഇതിൽ സെക്കൻഡ് പൈൽ ചൂസ് ചെയ്തവർക്ക് ഡിവൈൻ നല്ല രീതിയിൽ നിങ്ങളോട് കണക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. കണക്ട് ചെയ്തേ പറ്റൂ. കാരണം 7 എന്ന് പറഞ്ഞാൽ സ്പിരിച്വൽ നമ്പറാണ്. 21-3 ആണ് കാണിക്കുന്നത്. മൈൻഡ് ബോഡി സോൾ നമ്മൾ കണക്ട് ചെയ്ത് നല്ല രീതിയിൽ മെഡിറ്റേഷനൊക്കെ ചെയ്ത് ഡിവൈനുമായിട്ട് കണക്ട് ചെയ്യേണ്ട ആൾക്കാരാണ്. എനിക്ക് തോന്നുന്നു ഇതിൽ കാണുന്നവർ ആരെങ്കിലൊക്കെ അമ്പലത്തിൽ എന്താ പറയുക, ഈ ഉത്സവങ്ങൾ സമയത്ത് തുള്ളുന്നവരൊക്കെ ഉണ്ടെങ്കിലും എനിക്ക് തോന്നുന്നു അങ്ങനത്തെ എനർജി എനിക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നുകൂടി നല്ല രീതിയിൽ കണക്ട് ചെയ്ത് ആ വൈബ്രേഷൻസ് ആ ഫാമിലി ലൈഫിൽ എല്ലാവർക്കും കൊടുക്കേണ്ടതാണ് കേട്ടോ. ഒരുപാട് തടസ്സങ്ങൾ വരുന്ന ലൈഫിൽ ആ ഒരു തടസ്സങ്ങൾ അവർക്ക് മാറ്റിത്തരാൻ സാധിക്കും. നിങ്ങളൊന്നുകൂടി അവരുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ, ഡിവൈനുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ അവർക്ക് തടസ്സങ്ങൾ മാറ്റിത്തരാൻ സാധിക്കുന്നതാണ്. 7 ഓഫ് പെൻറ്റക്കിൾസ്. ഇതിൽ ചില മെയിൽസിന് എത്ര ജോലി നോക്കിയാലും ജോലിയിൽ വലിയ രീതിയിൽ നിൽക്കില്ല. കുറച്ച് കഴിഞ്ഞാൽ ജോലി മാറേണ്ട സിറ്റുവേഷൻസ്. 7 ഓഫ് പെൻറ്റക്കിൾസിന് എത്ര വർക്ക് ചെയ്താലും അതിൻ്റേതായിട്ടുള്ള ഫലം കിട്ടാത്ത പോലെ. അതെന്താ? അത് ഞാൻ പറഞ്ഞില്ല, ഈ ഒരു ചാരിറ്റി ചെയ്യൂ നിങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു സിറ്റുവേഷൻസ് മാറിക്കിട്ടുന്നു. കണ്ടു 7-7. ഓ മൈ ഗോഡ്, 4 7 ആണ് കേട്ടോ. 7-7-7-7 7 ഓഫ് വാൻസ് വന്നു, 7 മേജർ ആർക്കാന വന്നു, സോഡ് വന്നു, പെൻറ്റക്കിൾസ് വന്നു. ഇനി ഇതിൽ വരാത്ത ഏതാണ്? ഓക്കെ, വാൻസ്, ഫയർ എനർജീസ്. ഓക്കെ എല്ലാം വന്നിട്ടുണ്ട്. കോമ്പിനേഷൻ ആയിട്ടാണ് 7ൻ്റെ. അപ്പം നിങ്ങൾ 7x28 ആണ്. 28 മീൻസ് 10 മീൻസ് അഗെയിൻ കർമ്മ.
കർമ്മയിലേക്കാണ് പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് കർമ്മ അക്കൗണ്ട് ഡെപ്സ് ഉള്ളവരാണ്. നിങ്ങൾ നന്നായിട്ട് ക്ലൻസ് ചെയ്യുക. തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് വരുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക ചീറ്റിംഗ് ആണത്, നിങ്ങളുടെ കർമ്മയാണെന്ന് മനസ്സിലാക്കുക. ആ ഒരു അക്കൗണ്ട് അങ്ങനെ വേണ്ടി ക്യാൻസൽ ചെയ്യുക. അവരോട് അധികം ഇടപഴകാനോ ഒന്നും പോകേണ്ട. അവരുടെ എനർജി കൂടി നിങ്ങൾക്ക് വരുന്നുണ്ട്. ഓക്കെ, കാരണം 7ൻ്റെ കോമ്പിനേഷൻ ഇത്രയും ഞാൻ പെട്ടെന്ന് നോക്കിയപ്പോൾ 3 കണ്ടത്, പക്ഷേ 4 ഉണ്ട്. 7 വാൻസ് വന്നിട്ടുണ്ട്. തേർഡ് പാർട്ടി സിറ്റുവേഷൻസ്, ചലഞ്ചസ്, 7 ഓഫ് സോഡ്സ്, ചീറ്റിംഗ്, ചതിക്കുക. നിങ്ങൾ പോലും അറിയാം നിങ്ങൾ നൈസായിട്ട് ചതിക്കുന്ന ആളുകളായിരിക്കും നിങ്ങൾ കൂടെ ഉണ്ടാവുന്നത്. 7 ഓഫ് നിങ്ങൾ എത്ര വർക്ക് ചെയ്താലും വർക്കിലും ചതികൾ, പ്രൊഫഷണൽ അല്ലെങ്കിൽ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ലാത്ത സിറ്റുവേഷൻസ്. അപ്പോൾ ഒരു ഫുൾ വർക്ക് ചെയ്തിട്ടും കിട്ടുന്ന സാലറി എങ്ങനെയൊക്കെ കുറഞ്ഞിട്ടാണ് കിട്ടുന്നത്. പല സിറ്റുവേഷൻസും പറഞ്ഞിട്ടാണ്. ചാരിയറ്റ്, നിങ്ങളുടെ ത്രോട്ട് ചക്രമൊക്കെ ബ്ലോക്ക്ഡ് ആണ്. കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ബ്ലോക്ക്ഡാണ്. കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡ് ആയിട്ട് കാര്യങ്ങൾ ത്രോട്ട് ചക്ര നന്നായിട്ട് ഹീൽ ചെയ്യുക. റൂട്ട് ചക്ര ഒക്കെ വർക്ക് ചെയ്യുക കേട്ടോ. എനിക്ക് ഈ ഒരു കാർഡ് വരുമ്പോൾ ഫുള്ളായിട്ട് ചതികളും വഞ്ചനകളൊക്കെയാണ് നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അത് നിങ്ങളുടെ ചെയ്തതിൻ്റെ കർമ്മയാണ്. ഇതും ആൻസിസ്റ്റേഴ്സ് കാണുമ്പോൾ അവർക്ക് പെയിൻ ഉണ്ട്. നിങ്ങൾക്ക് ആൻസിസ്റ്റർ ഹീൽ നന്നായിട്ട് ചെയ്യാം കേട്ടോ. പൈൽ 2 മറ്റേ പൈൽ 1 ചെയ്യേണ്ടതെന്നല്ല, പൈൽ 2 ഡെഫിനറ്റ്ലി ചെയ്യണം. കാരണം എനിക്ക് അങ്ങനെയാണ് കോമ്പിനേഷൻസ് കാണുന്നത്. നമുക്കൊന്നുകൂടി ആൻസിസ്റ്ററിൻ്റെ മെസ്സേജസ് നോക്കാം. ലെറ്റ് ഗോ. യെസ്, നിങ്ങൾക്ക് പെയിൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ലെറ്റ് ഗോ ചെയ്ത് കളയാം. ഓക്കെ, അവരോട് വാശിയോ വൈരാഗ്യത്തിനൊന്നും പോകണ്ട. അതൊരു കർമ്മ അക്കൗണ്ടാണ്. അത് കംപ്ലീറ്റ്ലി റിലീസ് ചെയ്ത് കളയാൻ എനർജി ഒന്നും നിങ്ങളുടെ ലൈഫിലേക്ക് ഇനി കൊണ്ടുപോകണ്ട. സിറ്റുവേഷൻസ് വിൽ ഇമ്പ്രൂവ്. മാറും കണ്ട, സിറ്റുവേഷൻസ് ഇമ്പ്രൂവ് ചെയ്യുന്ന പറയുക അത്തരം സിറ്റുവേഷനിലൂടെ നിങ്ങൾ കടന്നു പോകുന്നത്. വിതിൻ ദ നെക്സ്റ്റ് ഫ്യൂ വീക്സ്, കുറച്ച് ആഴ്ചകളുള്ളിൽ നിങ്ങളുടെ ലൈഫിൽ ചേഞ്ചസ് വരുന്നുണ്ട്, ക്ലാരിറ്റി വരുന്നുണ്ട്. യെസ്, കമ്മ്യൂണിക്കേറ്റ് ക്ലിയർലി. ഈ കമ്മ്യൂണിക്കേഷൻ തന്നെയാണ് നിങ്ങളുടെ ഇഷ്യൂ. ത്രോട്ട് ചക്ര വന്നത് കൊണ്ട് അബണ്ടൻസ്. ഓക്കെ, മൈ ഗോഡ്. അതുപോലെ ലാസ്റ്റ് ബോട്ടം യെസ് ആൻഡ് എക്സ്ക്ലമേഷനാണ് കാണിക്കുന്നത്. യെസ് മീൻസ് എന്താണ്? യെസ്, അതെ ആണ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു പൈൽ 2 ചൂസ് ചെയ്തവർക്ക് നിങ്ങൾ നന്നായിട്ട് ക്ലൻസിങ് ചെയ്യണം, ആൻസെസ്ട്രൽ ഹീലിംഗ് ചെയ്യുക, കർമ്മ മെഡിറ്റേഷൻസ് ചെയ്യാം. എല്ലാവർക്കും ഫോർഗിനെസ് കൊടുക്കുക, നന്നായിട്ട് ഫോർഗിനെസ് കൊടുക്കുക. ഒരു 21 ഡേയ്സെങ്കിലും ഫോർഗിനെസ് കൊടുക്കുക കേട്ടോ. കാരണം അത്രയും കർമ്മ ഡെപ്സ് നിൽക്കുന്നുണ്ട്. അതൊക്കെ നിങ്ങളുടെ ബന്ധത്തെയും കരിയറൊക്കെ ബാധിക്കുന്നതാണ്. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക, പേടിക്കേണ്ട ആവശ്യമില്ല. എന്തും നേരിടാനുള്ള പവർ നമ്മുടെ കയ്യിലുണ്ട്. ആ ഒരു പവർ സ്ട്രെങ്ത് അത് മനസ്സിലാക്കുക, നന്നായിട്ട് ഹീൽ ചെയ്യുക. ഡിവൈനുമായിട്ട് ഒന്ന് നന്നായി കണക്ട് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. ഇത് കാണുമ്പോഴേയും ജസ്റ്റ് ഒന്ന് ഡിവൈൻ സോറി, ഞാൻ ഡിവൈനെ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ, ഞാൻ എൻ്റെ തിരക്കിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഐ എം സോറി, പ്ലീസ് ഫോർഗീവ് മീ, താങ്ക് യു, ഐ ലവ് യു. നിങ്ങൾക്ക് ഓപ്പൺ അവർ ടെക്നിക്സ് നന്നായിട്ട് യൂസ് ചെയ്യാം കേട്ടോ. കാരണം ഈ ഒരു കാർഡ് വന്നപ്പോൾ 7ൻ്റെ കോമ്പിനേഷനാണ്. 7 ഓഫ് വാൻസ്, സോഡ്സ് വന്നു, പെൻഡക്കിൾസ് വന്നു. ഓക്കെ, അപ്പോൾ എല്ലാം വന്നതുകൊണ്ട് നമുക്ക് അത് കൂടുതൽ ശ്രദ്ധിക്കണം നിങ്ങൾ. ഓക്കെ, അപ്പോൾ ഇതാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ ആൻസെസ്ട്രൽ ഹീലിംഗ് ചെയ്യേണ്ടതുണ്ട്. 2 പൈല് കാണുന്നവർ നന്നായിട്ട് ചെയ്യുക. ആരും ഉപദ്രവിക്കാതിരിക്കുക, അതിലൊന്നും കൊല്ലാതിരിക്കുക. ഈ സ്നേക്കൊക്കെ വരുമ്പോൾ കൊല്ലാതിരിക്കുക. അങ്ങനെ മാക്സിമം വരുമ്പോൾ മാത്രമാണ് നമ്മൾ ഉപദ്രവിക്കുമ്പോൾ നല്ല സിറ്റുവേഷനിൽ മാത്രം. അല്ലെങ്കിൽ പൊക്കോളാന്നൊക്കെ പറഞ്ഞാൽ പോവും മിക്കതും. ഓക്കെ, ശ്രദ്ധിക്കുക. പിന്നെ ഇതാണ് കാണുന്നത്. അപ്പോൾ ഭയങ്കര പെയിൻഫുൾ സിറ്റുവേഷനാണ് കാണുന്നത് 2 പൈൽസിലും. എനിക്ക് ഈ 5 ഓഫ് കപ്സ് റിപ്പീറ്റഡായിട്ട് വന്നതുകൊണ്ട്. സോ നന്നായിട്ട് നിങ്ങൾ ഡിവൈനുമായിട്ട് കണക്ട് ചെയ്യുക. ഈ ഒരു സമയം കണക്ട് ചെയ്യുന്ന സമയമാണ്, ഹീലിങ്ങിൻ്റെ സമയമാണ്. നന്നായിട്ട് കണക്ട് ചെയ്യുക, ഹീൽ ചെയ്യുക. നിങ്ങളുടേതായിട്ടുള്ള കർമ്മ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാലോ ചെയ്യുന്നത്. തെറ്റാണെങ്കിൽ നിങ്ങൾ കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്തിട്ട് നിങ്ങളുടെ സോൾ ലെവലിലേക്ക് ഇറങ്ങി ചെന്ന് നിങ്ങൾ വർക്ക് ചെയ്യുക കേട്ടോ. അതാണ് കാണുന്നത്. അപ്പോൾ പേഴ്സണൽ റീഡിങ്ങോ ടാരോ കോഴ്സൊക്കെ വേണമെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. 16th സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ടാരോ കോഴ്സ്. എൻക്വയറീസ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ Jan 16th 7:30 ഈവനിങ് ഒരു സൂം ക്ലാസ് ഉണ്ടായിരിക്കും. ടാരോനെ കുറിച്ചുള്ള എന്തൊക്കെയാണെന്നുള്ളൊരു ഇൻട്രൊഡക്ഷൻസും കാര്യങ്ങളൊക്കെ ഒരു ഉണ്ടായിരിക്കും. അതിനുശേഷം നിങ്ങളെ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്നതാണ് കേട്ടോ. പിന്നെ സബ് കോൺഷ്യസ് ഹീലിങ്ങിൽ ഇപ്പോൾ ഇത് ജോയിൻ ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യാൻ. നിങ്ങൾക്ക് മണി, അതുപോലെ റിലേഷൻഷിപ്പ്, കരിയർ, ഇതൊക്കെ ബ്ലോക്സ് ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അതിനൊക്കെ ബ്ലെസ്സിങ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ ഈസി ആയിട്ട് നമുക്ക് എഫക്റ്റീവ് മെത്തേഡ് ഉണ്ട്. അതിന് ഞാൻ ചാർജ് ചെയ്ത സബ് കോൺഷ്യസ് ഹീലിംഗ് ലെവൽ 1ന് 1999 ആണ്. ലെവൽ 1. ലെവൽ 2 അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഇന്നർ ചൈൽഡ് ഹീലിങ്സും കൂടെ നമുക്ക് ലൈഫ് പർപ്പസ് അറിയില്ലെങ്കിൽ ലൈഫ് പർപ്പസ് കണ്ടുപിടിക്കാനും ഹെൽപ്പ് ചെയ്യുന്നതാണ്. പിന്നെ അതിൽ ഒരുപാട് ടെക്നിക്സ്, 10 ടെക്നിക്സ് നമ്മൾ മെത്തേഡ്സ് പഠിക്കുന്നുണ്ട്, ഹീലിംഗ് മെത്തേഡ്സ്. ഓക്കെ, അഡ്വാൻസ്ഡ് ഓപ്പൺ അപ്പ് ടെക്നിക്സ് ഒക്കെ ഉണ്ട്. പക്ഷേ ലെവൽ 1 ഒന്ന് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രം ലെവൽ 2ലേക്ക് കൊണ്ടുപോകുള്ളൂ. എന്നാൽ മാത്രമേ ആ ചേഞ്ചസ് പറ്റുള്ളൂ. പിന്നെയുള്ളത് നമ്മുടെ കർമ്മയാണ്. അപ്പോൾ കർമ്മ ക്ലിയറൻസിൻ്റെയാണ് എനിക്ക് കിട്ടുന്ന ടാസ്ക്. കർമ്മ ക്ലിയറൻസസ് ഞാൻ മാക്സിമം എനിക്ക് കിട്ടുന്ന അഡ്വൈസ് അനുസരിച്ച് മാത്രമേ ഞാൻ ചെയ്യുള്ളൂ. എല്ലാവർക്കും ചെയ്തു കൊടുക്കാൻ സാധിക്കില്ല.
നിങ്ങൾ കോൺടാക്ട് ചെയ്താലും എനിക്ക് നിങ്ങളുടെ ടൈം ആയാൽ മാത്രമാണ് നമുക്ക് ചെയ്തു തരാൻ സാധിക്കുള്ളൂ. കാരണം അത് പാസ്റ്റ് ലെവലൊക്കെ പോയി ചെയ്യേണ്ട കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ അതും പെയ്ഡാണ്. 21 ഡേയ്സിന് ഞാൻ ചാർജ് ചെയ്ത് 3333 ആണ് കേട്ടോ. അപ്പോൾ കാരണം അത് വളരെ റിസ്ക്കാണ്. എനിക്കും ആ ഒരു കർമ്മയൊക്കെ എഫക്റ്റ് ചെയ്യാൻ ചാൻസസ് കൂടുതലാണ്. അതുകൊണ്ടാണ് ഒരു എനർജി എക്സ്ചേഞ്ച് വെച്ചിട്ടുള്ളത്. എന്നാലും ചില കർമ്മയൊക്കെ നമുക്ക് എഫക്റ്റ് ആവാറുണ്ട്. പക്ഷേ മാക്സിമം അത് ഡിവൈൻ അത് ക്ലെൻസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാറുണ്ട്. അപ്പോൾ എത്രയും സോൾ പർപ്പസ് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ വാട്സപ്പിൽ വേണമെന്ന് നിർബന്ധമുണ്ടെങ്കിൽ മാത്രം കോൺടാക്ട് ചെയ്യുക. ചുമ്മാ ഒരു ഏതാണെന്ന് അറിയാൻ വേണ്ടി കോൺടാക്ട് ചെയ്യാതിരിക്കുക. നിങ്ങൾക്ക് റീഡിങ്സ് എടുക്കണമെങ്കിൽ റീഡിങ്സിന് വേണ്ടി ബുക്ക് ചെയ്യുക. 777 ആണ് ഞാൻ ചാർജ് ചെയ്യുന്നത്. യു ക്യാൻ ആസ്ക് 2 ക്വസ്റ്റ്യൻസ്. ട്വിൻ ഫ്ലെയിം കൺഫർമേഷന് വേറെ ചാർജാണ് കേട്ടോ. ഓക്കെ, അത് ട്വിൻ ഫ്ലെയിം ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മളുടെ സോൾ പർപ്പസ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഇത് എനിക്ക് പറയാനുള്ളത് ആൻസെസ്ട്രൽ തലത്തിൽ ഹീലിംഗ് നന്നായിട്ട് ചെയ്യുക. ഈ പാമ്പിൻ്റെ ഒക്കെ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, നന്നായിട്ട് ഹീൽ ചെയ്യുക. ആൻസെസ്ട്രൽ ഹീലിംഗ് ചെയ്യുക, DNA ഹീലിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരുവിധമൊക്കെ മാറി കിട്ടുന്നതാണ്. അപ്പോൾ നല്ല കർമ്മങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, സോ താങ്ക് യു.